Let's read Psalms 48 verse by verse. I will read last two words. We will read together. സംഗീതം 48 വാക്യപ്രതി വാക്യമായി നമ്മൾ വായിക്കും. അവസാനത്തെ രണ്ട് വാക്യങ്ങൾ നമ്മൾ ചേർന്ന് വായിക്കും. Great is the Lord and greatly to be praised in the city of our God, his holy mountain. God in her place has made himself known as a stronghold. They saw it, then they were amazed, they were terrified, they fled in alarm. With the east wind, you break the ship of Tarshish. We have thoughts of your love kindness, O God, in the midst of your temple. അവസാനത്തെ അങ്ങനെ ചേർന്ന് വെക്കാം. Let's Mount Zion be glad, and let the daughters of Judah rejoice because of your judgments. Walk about Zion and go around her, count her town, consider her ramparts, go through her place, that you may tell it to your next generation. For such is God, our God forever and ever. He will guide us until death. Amen. എല്ലാവർക്കും ഇരിക്കാം. ക്രിസ്തുവേശുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി പന്തയുന്ന റുബിൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഏബിൾ സഹോദരൻ പറഞ്ഞ പോലെ ഈ പാനപാത്രം നീക്കിത്തരാമെന്ന് ഞാൻ പാസ്റ്ററങ്ങളോട് ചോദിച്ചു. തിങ്കളാഴ്ച പാസ്റ്ററങ്ങൾ എനിക്കൊരു വോയിസ് ക്ലിപ്പ് അയച്ചു. ഞാനപ്പോൾ ഒരു നാപ്പൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മെൻസ് പ്രെയർ വന്നത്. അപ്പോൾ മെൻസ് പ്രെയറിന് കയറി കഴിഞ്ഞപ്പോഴാണ് വോയിസ് ഞാൻ കേട്ടത്. ഞാൻ പാസ്റ്ററങ്ങളെ വിളിച്ച് ചോദിച്ചു, പാസ്റ്ററങ്ങളെ ഞാൻ വന്നതേ ഉള്ളൂ, എനിക്കിങ്ങനൊരു ശീലമില്ല. അപ്പോൾ പാസ്റ്റർ ആൻറ്റി എന്നോട് പറഞ്ഞു, ദൈവം സംസാരിച്ചു, അതുകൊണ്ട് സഹോദരനെ എടുത്തേ പറ്റത്തുള്ളൂ, ഇടയനായതുകൊണ്ട് നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. എങ്കിലും ദൈവം എനിക്ക് തന്ന പ്രാപ്തിക്കും ജ്ഞാനത്തിനും അനുസരിച്ച് ഞാൻ നിങ്ങളോട് ഈ സങ്കീർത്തനം 48 നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. സോ ഇന്ന് ഇത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു കാഴ്ചപ്പാട്, ഇതിന്ന് കിട്ടിയ എനിക്കൊരു സബ്ജക്റ്റാണ് ദിസ് ഗോഡ് ഈസ് മൈ ഗോഡ്. സോ ഈ സങ്കീർത്തനത്തിൻ്റെ ആമുഖം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് സങ്കീർത്തനം കോരഹുത്തരന്മാർ എഴുതിയൊരു സങ്കീർത്തനമാണ്. അതോടൊപ്പം തന്നെ കോരഹുത്തരന്മാർ ഇതെഴുതാൻ കാര്യം അവരുടെ പിതാക്കന്മാരുടെ കാലം മുതൽ അവർ കണ്ട അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവർ കണ്ടപ്പോൾ അവർ എഴുതിയത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ തലമുറയായിരിക്കണമെന്ന് എഴുതുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇത് എഴുതിയ പശ്ചാത്തലം ഒന്ന് അനുമോദിക്കുന്നത് കൂത രാജാക്കന്മാർ, അതായത് യോശേഫാത്തിൻ്റെ കാലത്ത് 2-3 ജാതികളായ രാജാക്കന്മാർ കൂടി വന്നു ഇസ്രായേൽ മക്കൾക്കെതിരായി യുദ്ധം ചെയ്യുവാൻ ആഹ്വാനം ചെയ്തപ്പോൾ യഹോവ അവരെ ചിഹ്നിച്ചു പിതറിച്ചു എന്നാണ് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാകാൻ ഇതിൻ്റെ അകത്തേലെ 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ചു കടന്നുപോയി, അവരത് കണ്ട് അമ്പരന്നു. അങ്ങനെയാണ് പശ്ചാത്തലം പറയുന്നത്. ഈ സങ്കീർത്തനം 48 1 ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ അകത്ത് കർത്താവ് സ്വന്തം നഗരത്തിൽ വലിയവനും അത്യന്തം സുത്യനുമാകുന്നു. ഇതിനേക്കാൾ നല്ലൊരു വേഴ്സ് വേറെ എങ്ങുമില്ല. ഇത് ശരിക്കും ഞാൻ ഈ സബ്ജക്റ്റ് ഇതിനെപ്പറ്റിയല്ല എങ്കിലും ഞാനൊരു മുഖവര എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഇതാണ്. കർത്താവ് തൻ്റെ സ്വന്തം നഗരത്തിലാണ് അത്യുന്നതെന്ന് പറയുന്നത്. നമ്മൾ പലരും നമ്മുടെ സ്വന്തം നാട്ടിലും വീട്ടിലും ഒന്നും വലിയ അറിയപ്പെടുന്ന ആൾക്കാരല്ല, ബിക്കോസ് ഓഫ് മെനി പീപ്പിൾ, പെർസെപ്ഷൻസ്, തോട്ട്സ്, അങ്ങനെ പല കാര്യത്തിൽ. പക്ഷേ ദൈവം തൻ്റെ സ്വന്തം നഗരത്തിൽ വലിയവനാണ്. എന്തുകൊണ്ട്? ദൈവം അവിടെ ഉള്ളത് കൊണ്ടാണ് ആ നഗരം വലുതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അത് പറയാൻ കാര്യം മത്തായിയുടെ സുവിശേഷം 13:57 പറയുന്നുണ്ട്, പ്രവാചകൻ തൻ്റെ സ്വന്തം ആരെങ്കിലും ഒന്ന് വായിക്കാമോ ആ വാക്യം കൂടെ? മത്തായിയുടെ സുവിശേഷം 13:57 വാക്യം. ആമേൻ, ഹല്ലേലൂയ. അപ്പം സ്വന്തം സിറ്റിയിലും സ്വന്തം വീട്ടിലും അല്ല പ്രവാചകന് കിട്ടുന്നത്, മറ്റുള്ള സ്ഥലത്താണ്. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിരിക്കുന്നത് ദൈവം തൻ്റെ സ്വന്തം
സ്വന്തം നഗരത്തിൽ വലിയവനും വിശുദ്ധനുമാകുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ബ്യൂട്ടിഫുൾ ഇൻ എലുവേഷൻ. എന്നെ ഒത്തിരി ടച്ച് ചെയ്തൊരു വാക്കാണ്. എന്താണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്? ആക്ച്വലി ഞാൻ അതിനെ പറ്റി ഒരു ചെറിയ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ബ്യൂട്ടിഫുൾ വേർഡ് മീൻസ് സംതിങ് വിച്ച് അട്രാക്ട്സ്, give great pleasure or satisfaction to see, hear, think. So നമ്മുടെ കണ്ണിന് അല്ലെ ചെവി കൊണ്ട് നമുക്ക് ഇമ്പം തോന്നുന്നത്, വളരെ ഇമ്പം തോന്നുന്നതാണ് എന്താണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ട് നമ്മളെ വളരെ ആകർഷിക്കുന്നത്. എന്താണ് ഇവിടെ കോരഹുത്തരന്മാർ പറയുന്നത് ഈ അധ്യായത്തിൽ? എന്തുകൊണ്ട് അവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു? ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഹി ഡ്വെൽസ് ദെയർ. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം അവിടെ ഉള്ളത് കൊണ്ടാണ് എന്താണ് പറയുന്നത്, അത് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. അടുത്തതായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ അകത്ത് മൗണ്ട് സയോനെ പറ്റി പറയുന്നുണ്ട്. ഈ മൗണ്ട് സയോൻ പഴയ നിയമകാലത്തിൽ ജെറുസലേം എന്നാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ദൈവസാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് സെബൂരിയുടെ സ്ഥലത്തു നിന്ന് ദാവീദ് തൻ്റെ പെട്ടകം തിരിച്ച് ആ സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കാര്യം എന്താ? കാരണം പെട്ടകം എവിടെ ഇരിക്കുന്നോ അവിടെ ദൈവസാന്നിധ്യമുണ്ട്. എവിടെ ദൈവസാന്നിധ്യമുണ്ടോ അവിടെ ദൈവജനമുണ്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കം ടു ദ സബ്ജക്റ്റ്. അതിൻ്റെ 48-14 വാക്യം ആർക്കെങ്കിലും വായിച്ചാലും. ഈ ദൈവം, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിൻ്റെ അകത്ത് ആർക്കൊക്കെ മനസ്സിലായി? ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വാക്യം, ഈ ദൈവം നമ്മുടെ ദൈവമാകുന്നു, അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഹീ വിൽ ഗൈഡ് യു അണ്ടിൽ ഡെത്ത്, അതൊരു പ്രോമിസാണ്. സോ നമ്മൾ എടുക്കേണ്ട ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. എന്താണ്? ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. എപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മനസ്സ് തുറന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുന്നു, കർത്താവേ ഈ ദൈവം എൻ്റെ ദൈവമാണ്, അപ്പോൾ ദൈവം നിനക്ക് തരുന്ന വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സോ ഈ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയാണ് അവൻ നമ്മെ വഴി നടത്തുന്നത്? കാരണം നമ്മൾ ചിന്തിക്കുക, ഇതൊരു ടെമ്പററി ഒരു ടൈമിലോ അല്ലെ ഒരു കോൺട്രാക്ട് ബേസിലോ അല്ല കർത്താവ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത്. ഈസ് ആസ്കിങ് യു പെർമനൻ്റ്ലി. നമ്മളെ എന്നേക്കുമായി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, കർത്താവേ ഞാൻ എൻ്റെ മനസ്സ് തരുന്നു, ഞാൻ എന്നെ തന്നെ തരുന്നു, ഈ ദൈവം എൻ്റെ ദൈവമാണ്. അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തമാണ്, നിന്നെ ജീവപര്യന്തം വഴി നടത്താൻ കർത്താവ് ശക്തനാണ്. അതിന് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഇതിനേക്കാൾ കൂടുതൽ കാര്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ വാ തുറന്ന് ദൈവത്തോട് നമ്മൾ എടുക്കുന്ന കമ്മിറ്റ്മെൻ്റ് ആണ്. ഈ ദൈവം നമ്മളെ എങ്ങനെ വഴി നടത്തും? അതിന് സങ്കീർത്തനം 78-52 ആർക്കെങ്കിലും ഒന്ന് വായിച്ചാലും. സങ്കീർത്തനം 78-52. ഓക്കെ, ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവം എങ്ങനെയാണ് നമ്മളെ വഴി നടത്തുന്നത്? ഈ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളെ ഒരു ഇടയനെ പോലെ നമ്മളെ വഴി നടത്തും. അതിൻ്റെ അകത്ത് പറഞ്ഞ ഒരു വാക്യം അതിൻ്റെ അകത്തുണ്ട്, ആദ്യം അവൻ നമ്മളെ പുറപ്പെടുവിക്കും, പിന്നീട് വഴി നടത്തും. സോ പുറപ്പെടുവിക്കുന്ന എവിടെ നിന്ന്? ലോകത്തിലെ നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ താഴ്ചയിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമ്മളെ അവൻ അവിടെ നിന്ന് പുറപ്പെടുവിക്കും, നമ്മളെ മാറ്റും. അതിനുശേഷം നമ്മൾ എടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ദൈവം നമ്മളെ വഴി നടത്തും. ഹി ലീഡ്സ് അസ്. അങ്ങനെ ഹി ലീഡ്സ് അസ് ദെൻ ഗൈഡ് അസ് എന്നാണ് പറയുന്നത്. ഈ നല്ല ഇടയൻ്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയാണ് ഈ ഇടയനും ആടും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നമ്മൾ അറിയാൻ വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിച്ചാലും. യോഹന്നാൻ 10-1 മുതൽ 6. ആമേൻ, ആമേൻ. നിർത്തുക. ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട്. അപ്പം എങ്ങനെയാണ് ഒരാട് ഇടയനുമായിട്ടുള്ള ബന്ധം? എന്താണ്? ശബ്ദം. സോ ഹി ലീഡ്സ് us by his voice. അവൻ നമ്മളെ ശബ്ദം കേൾപ്പിച്ച് നമ്മളെ വഴി നടത്തുന്നു. ഹല്ലേലൂയ, ആമേൻ. അല്ലാതെ നമ്മളെങ്ങനെയാ ഇടയൻ്റെ ശബ്ദം നമ്മൾക്ക് മനസ്സിലാവുന്നത്? നമ്മളെ എപ്പോഴും നമ്മളത് ഫെമിലിയറൈസ്ഡ് ആവണം.
അല്ലാതെ നമ്മൾ ആരെയും നമ്മളുടെ ഒരു ശബ്ദം കേട്ടാൽ, ആടിന് പല പല ഇടയന്മാർ കാണും, പല ശബ്ദം കേട്ട് പോവല്ല. തൻ്റെ സ്വന്തം ഇടയൻ തന്നെ വിളിക്കുമ്പോഴാണ് ആ ആടിന് മനസ്സിലാവുന്നത് എൻ്റെ ഇടയൻ എന്നെ വിളിച്ചതെന്ന്. അതിനകത്ത് ഇപ്രകാരം പറയുന്നു, അവൻ നിന്നെ ശബ്ദം കേൾപ്പിച്ച് അവൻ നമ്മളെ വഴി നടത്തുന്നു. ബാക്കി വായിച്ചാൽ തൻ്റെ ആടുകൾ ആമേൻ. ആമേൻ. മതി. സോ അടുത്തതായി ഒരു ഇടയൻ, അതായത് അവൻ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവത്തിൻ്റെ രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം നമ്മളെ അവൻ്റെ ശബ്ദം കേൾപ്പിച്ച് വഴി നടത്തുന്നു. 2, ഹി കോൾസ് ദം ബൈ അവർ നെയിം. അവൻ നമ്മളെ പേർ ചൊല്ലി നമ്മളെ വഴി നടത്തുന്നു. ഹല്ലേലൂയ. എത്ര നല്ല മനോഹരമായ ദൈവമാണ് നമുക്കുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കതെങ്ങനെ മനസ്സിലാകാൻ പറ്റും? ഇപ്പം എന്നെ എല്ലാവരും സാം എന്ന് വിളിക്കുന്നത്, എന്നെ എല്ലാവരും പ്രായമുള്ളവരൊക്കെ എന്നെ മോനെ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നടുവിൽ നിന്ന് എൻ്റെ അമ്മ എന്നെ മകനെ എന്ന് വിളിക്കുമ്പോൾ എനിക്കതറിയാൻ സാധിക്കും, അത് എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത്. ബിക്കോസ് വൈ? ഐ എം ടു ഫെമിലിയർ വിത്ത് ദാറ്റ്സ് വോയിസ്. അതുപോലെയാണ് നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിനുമായിട്ടുള്ള ബന്ധം നമ്മൾ പുതുക്കി അടുക്കും തോറും ആ ശബ്ദം നമ്മൾ ഫെമിലിയേഴ്സ് ആവും. ദൈവം നമ്മളെ പേർ ചൊല്ലി വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, അവൻ നമ്മളെ ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്നു. ഓമനപ്പേർ ചൊല്ലി വിളിക്കുമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. യാക്കോബിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നു, ഞാൻ നിന്നെ ഓമർ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. അതിന് ബൈബിളിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. മോശ മുൾപ്പടപ്പിൽ ആടിനെ മേയിച്ചുകൊടുക്കുന്ന സമയത്ത് ദൈവം അവനെ വിളിച്ച്, മോശേ മോശേ, ഞാൻ നിൻ്റെ ദൈവമാവുന്നു. അവിടെ ദൈവം അവൻ്റെ പേരാ വിളിച്ചത്, അവൻ്റെ ഓമന പേരാ വിളിച്ചത്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ അബ്രഹാമിൻ്റെ സാഹചര്യത്തിലും അങ്ങനെയാ. ബാലൻ്റെ മേൽ കൈ വെക്കരുതെന്ന് പറഞ്ഞത് അവൻ്റെ പേർ വിളിച്ചാണ്. അതോടൊപ്പം തന്നെ ശൗമേൽ ദൈവാലയത്തിലിരുന്ന സമയത്ത് ദൈവം അവനെ ശൗമേലെ വിളിക്കുന്നു, അടിനീത് അടിന് അരുളിച്ചണമേ. അതോടൊപ്പം തന്നെ ഗിദെയോനെ ദൈവം വിളിച്ചത് അങ്ങനെയാണ്, പരാക്രമശാലി എന്ന് വിളിച്ചത്. വേറെ ആരും അവനെ പരാക്രമശാലി എന്ന് വിളിച്ചിട്ടില്ല, ദൂതൻ വിളിച്ചു. എന്തുകൊണ്ടാണ്? ആ ദൈവത്തിനറിയാം ആ ജനത്തെ വിടുവിക്കാൻ ഇവനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. പുതിയ നിയമത്തിൽ പൗലോസ് ആയത് അങ്ങനെയാണ്. ദമസ്കോസിന് പടിവാതിക്കൽ വെച്ച് ദൈവം അവനെ മേൽ തൊട്ടപ്പോൾ ദൈവം ചോദിച്ചു, ആര്? ഞാൻ നീ ഉപദ്രവിക്കുക ദൈവം എന്ന് പറഞ്ഞു. ഒരൊറ്റ ശബ്ദത്തിൽ അവരെല്ലാം ലൈഫ് മാറി. ദൈവം അവരെയൊക്കെ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. കാരണം എന്താണ്? ആ ഒരു ശബ്ദത്തിൽ അവർ ഡിസൈഡ് ചെയ്തു, ഈ ദൈവം എന്നേക്കും എൻ്റെ ദൈവമാകുന്നു. ദൈവം അവരെ വഴി നടത്തുമെന്ന്. അതുകൊണ്ടാണ് അവർ വിശ്വസിച്ചത്. അവരാ ശബ്ദത്തിൽ നിന്ന് മാറിയിട്ടില്ല. അതോടൊപ്പം തന്നെ യോഹന്നാനിൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 15-16 ഒന്ന് വായിച്ചാലും. യോഹന്നാൻ 20-ന്റെ 15-16. ഓക്കെ. ഓ ഹല്ലേലൂയ. ഇവിടെ നോക്കണം, മറിയ യേശുവിൻ്റെ അടക്കത്തിന് ശേഷം അവിടെ പോയി നോക്കി. അപ്പം തോട്ടക്കാരെന്ന് വിചാരിച്ച് മറിയ എന്തോ പറഞ്ഞു, എവിടെ കൊണ്ട് വെച്ചു എന്ന് ചോദിച്ചു. പക്ഷേ ഉടനെ യേശു അവളെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, മറിയ എന്നൊരു വിളിച്ചു. ആ വിളിയിൽ അവൾക്ക് അത് ഒന്ന് വായിച്ച്, അവളോട് മറിയ എന്ന് പറഞ്ഞപ്പോൾ അവൾ തിരിഞ്ഞ എബ്രാ ഭാഷയിൽ റബുനി, എൻ ഗുരുവേ എന്ന് വിളിച്ചു. കാരണം ഷീ ഈസ് ടു ഫെമിലിയറൈസ്ഡ് വിത്ത് ഹിസ് വോയിസ്. അവൾക്കറിയാം അവളെ പാപിയായ സ്ത്രീ എന്നോ മറ്റുള്ളതൊന്നുമല്ല വിളിച്ചത്. അവളെ മറിയ എന്ന് വിളിക്കുന്ന ഒരാളുള്ളത് യേശുക്രിസ്തു. നമുക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്, നമുക്കെപ്പോഴും ബോധ്യമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഓമന പേർ ചൊല്ലി വിളിക്കാറുണ്ട്. നമുക്ക് മനസ്സിലാവാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ആ ശബ്ദം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ മനസ്സും ഒക്കെ ദൈവത്തോട് നമ്മൾ വാ തുറന്ന് പറയാം, കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കുവാൻ ദൈവം അങ്ങ് കൃപ തരണം. അത് തിരിച്ചറിയുവാൻ ഒരു പ്രാപ്തി തരണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അടുത്ത ദൈവത്തിൻ്റെ വലിയ കാര്യം എന്ന് പറയുന്നത് സങ്കീർത്തനം 23:2. സങ്കീർത്തനം 23:2. ആമേൻ. സോ അടുത്ത ദൈവം നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഉദ്ദേശം, ഹി ഗൈഡ് മീ ബിസൈഡ് ക്വയറ്റ് വാട്ടർ. ഹല്ലേലൂയ. നമ്മളെ സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥമായുള്ള സാഹചര്യം ഉണ്ടായെങ്കിൽ
അത് ദൈവം നമ്മളെ വഴി നടത്തുന്നതിൻ്റെ ഉദ്ദേശമാണ്. നമ്മളെ ദൈവമാണ് വഴി നടത്തുന്നതെന്നുള്ള പ്രൂഫ് അതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാവാം, ദുഃഖങ്ങളുണ്ടാകാം. പക്ഷെ അവിടെയൊക്കെയും അതാ പറഞ്ഞത് സ്വസ്ഥതയിൽ, അത് കർത്താവിൻ്റെ വഴി നടത്തിപ്പിൻ്റെ എപ്പം പ്രത്യേകത. അല്ലാതെ പിശാചിൻ്റെ ഒരു വഴി നടത്തിപ്പെന്ന് എപ്പോഴും പറഞ്ഞാൽ തകർത്ത് മുട്ടിച്ച് നശിപ്പിച്ച് ആകെ നമ്മളെ വേവലാതിപ്പെടുത്തുന്നതാണ്. നമ്മുടെ ഇത് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് കഷ്ടതയും പ്രതികൂലങ്ങളും നഷ്ടങ്ങളും ഒരുപാടുണ്ടാവും. പക്ഷെ അവരുടെ മധ്യേയും അതിൻ്റെ മധ്യേയും അതാ ദൈവത്തിനും പറഞ്ഞ തീയിൽ കൂടി കടക്കുമ്പോൾ, തീയിൽ കടക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടില്ല, തീയിൽ കൂടി കടക്കുമ്പോൾ അവിടെയും ദൈവമുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ സ്വസ്ഥതയാണ്. കാരണം എന്താ, നമ്മൾ ആശ്രയിക്കുന്ന ദൈവം അങ്ങനെയാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ സ്വസ്ഥതയിലാണ് വഴി നടത്തുന്നത്. ഹല്ലേലൂയ. അടുത്തതായി യെശയ്യാവിൻ്റെ പ്രവചനം 40-ാം അധ്യായം 11-ാമത്തെ വാക്യം. ദൈവം നമ്മളെ വഴി നടത്തുന്ന അടുത്ത കാര്യമാണ്. ഓക്കെ, ഇത് ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ആടിനെ എല്ലാം ഓടിച്ചു, തള്ളയാടിനെ പതിയെ നടത്തുന്നു എന്നാണ്. പക്ഷേ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ജെൻറ്റിൽ എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജെൻറ്റിൽ. ആരെങ്കിലും ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം ആ വാക്യം? യെശയ്യാവ് 40:11. ആൻഡ് ഷാൽ ജെന്റിലി ലീഡ്. കണ്ടോ, ദൈവം നമ്മളെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവത്തിൻ്റെ അടുത്ത പ്രത്യേകതയാണ് നമ്മളെ ജെന്റിലി വഴി നടത്തും. അതൊരു എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, അല്ലെ എത്രത്തോളം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന്. ഇതിന് വളരെ ആഴമേറിയ ഒരു വാക്കാണ് ജെന്റിലി. ദൈവം നമ്മളെ അങ്ങനെ ടെൻഷൻ അടിപ്പിച്ച് അങ്ങനെ ചാടി പിടിച്ചൊന്നും ദൈവം നമ്മളെ വഴി നടത്തില്ല. വളരെ ജെന്റിലിയാണ് നമ്മളെ വഴി നടത്തുന്നത്. നമുക്ക് ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ദൈവം വഴി നടത്തുന്നത്? ആദ്യം അവൻ്റെ ശബ്ദം കേൾപ്പിച്ച്, 2 അവൻ നമ്മുടെ പേർ ചൊല്ലി, 3 സ്വസ്ഥതയുള്ള വെള്ളത്തിൽ പോലെ നടത്തും, 4 അവൻ നമ്മെ ജെന്റിലി വഴി നടത്തും. അതോടൊപ്പം തന്നെ 1 രാജാക്കന്മാർ 19:11-12 ഒന്ന് വായിച്ചാലും. 1 രാജാക്കന്മാർ 19:11-12. ആമേൻ, ആമേൻ, ആമേൻ. ആ ആ ആ ആമേൻ, ആമേൻ. മതി. ഈ ഒരു വാക്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൻ്റെ അകത്ത് കാറ്റ് വന്നു, തീ വന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ പറയും ഇളക്കപ്പേര്. ഇതൊക്കെ കേട്ടാൽ നമ്മളെ തല്ലി തകർത്ത് ആരാധിക്കും നമ്മൾ. ഓ, തീ, കല്ല്, പർവ്വതം, കുലുക്കം. ദൈവം ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അവിടെ കൃത്യമായിട്ട് അതിന് ശേഷം, ഭൂകമ്പത്തിന് ശേഷം, തീക്ക് ശേഷം വളരെ മൃദുവായി സൗമ്യമായി അവിടെ ദൈവത്തിന് ശബ്ദമുണ്ടായിരുന്നു. അതാ ജെന്റിൽ എന്ന് പറയുന്നതാണ്. അല്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ കർത്താവ് വന്ന് ഇടിച്ച് പൊളിച്ച് അങ്ങനെയൊന്നുമില്ല. ദൈവം വളരെ ജെന്റിലാണ്. നമ്മളെ വഴി നടത്തുന്ന ദൈവത്തെപ്പറ്റി നമ്മുടെ എല്ലാ ചിന്താഗതി നമ്മളൊരു ബോക്സിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ദൈവം എന്ന് പറയുന്നത് ആക്ച്വലി. പക്ഷേ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ വഴി നടപ്പെന്ന് പറയുന്നത് വളരെ 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 വ്യാപ്തിയുള്ളതാണ് ആക്ച്വലി. അതാണ് ഞാൻ പറഞ്ഞത്, ജെന്റിലി വഴി നടത്തുന്നു. അടുത്തതായി കർത്താവ് നമ്മളെ എങ്ങനെ വഴി നടത്തും എന്നുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 78-79 വായിച്ചാലും. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 78-79. ആമേൻ. ഓക്കെ, ആമേൻ. സോ ഇവിടെ കർത്താവ് നമ്മളെ വഴി നടത്തുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒരു നിമിഷം. ദൈവം നമ്മളെ വഴി നടത്തുന്നത് ഇവിടെ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഹി ലീഡ്സ് us ഇൻ ദ വേ ഓഫ് പീസ്. സമാധാനത്തിൻ്റെ
വഴിയിൽ ദൈവം നമ്മളെ വഴി നടത്തും. സോ ഇതിനകത്ത് കർത്താവ് നമ്മളെ വഴി നടത്തുന്ന ജീവപര്യന്തം നമ്മളെ വഴി നടത്തുന്ന കർത്താവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മളെ സമാധാനമായി വഴി നടത്തും. നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനമുണ്ടോ? നമ്മുടെ ജോലിയിലാവട്ടെ, നമ്മുടെ കുടുംബജീവിതത്തിലാവട്ടെ, നമ്മുടെ ബിസിനസ്സിലാവട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാവട്ടെ ഒക്കെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിന് നടത്തിപ്പില്ലാത്തത് കൊണ്ട് തന്നെ. നമ്മളെ വഴി നടത്തുന്ന ദൈവം എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു ദൈവിക സമാധാനം നമ്മുടെ മേൽ ഉണ്ടാകാൻ കാര്യം ദൈവത്തിന് വഴി നടത്തിപ്പുള്ളത് കൊണ്ടാണ്. നമ്മളതിനായി ഒരുങ്ങണം. അതോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങളാണ് ദൈവം വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യം അല്ലെന്ന് വെച്ചാൽ കീ പോയിന്റ്സ് ഒന്ന് ഇടാമോ? പ്രൈസ് ദി ലോർഡ്. സോ ഹി ഗൈഡ്സ് us ലൈക്ക് എ ഷെപ്പേർഡ്. ഒരു ഇടയനെ പോലെ നമ്മളെ വഴി നടത്തും. അതോടൊപ്പം തന്നെ ആദ്യം നമ്മളെ പുറപ്പെടുവിക്കും, പിന്നീട് വഴി നടത്തും. അടുത്തതായി വഴി നടത്തുന്ന ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവത്തിന് പ്രത്യേകമാണ് അവൻ്റെ ശബ്ദം കേൾപ്പിച്ച് അവൻ നമ്മെ വഴി നടത്തും. മൂന്നാമതായി അവൻ നമ്മളെ പേർ ചൊല്ലി അല്ലെ ഓമനെ പേർ ചൊല്ലി ദൈവം നമ്മളെ വഴി നടത്തും. അടുത്തതായി അവൻ നമ്മളെ വഴി നടത്തുന്ന ഹി ഗൈഡ്സ് മീ ബിസൈഡ് ക്വയറ്റ് വാട്ടർ. നാലാമതായി പറയുന്നത് അവൻ നമ്മളെ സമാധാനമായി നമ്മളെ വഴി നടത്തും. അപ്പോൾ ഇത്രയും വഴി നടത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന മാറ്റം എന്താണ്? ഹി റീസ്റ്റോർ ആൻഡ് റീഫ്രഷ് അവർ സോൾ. നമ്മൾ കുറേ നേരമേ നമ്മൾ ഡെസ്ക്ടോപ്പ് വർക്ക് ചെയ്യുമ്പോഴേ നമ്മൾ തല കുറേ ഫ്രീസ് ആവുമ്പം അല്ലെ കമ്പ്യൂട്ടർ കുറച്ച് സ്റ്റക്ക് ആവുമ്പോൾ വാട്ട് വി ഗോണ ഡു? നമ്മൾ റീഫ്രഷ് ബട്ടൺ ചെയ്യും അല്ലേ? സെയിം വേ ആണ്. സോ വെൻ യു വാക്ക് വിത്ത് ഗോഡ്, വെൻ യു ഫെമിലറൈസ് ദ വോയിസ് ഓഫ് ഗോഡ് ആൻഡ് വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ വോയിസ് ഓഫ് ഗോഡ് ആൻഡ് വെൻ ഹി ഈസ് ഗൈഡിങ് യു, വെൻ യു ഹാവ് എ പീസ്, യുവർ ലൈഫ് ഗോണ ബി റീസ്റ്റോർഡ്. ദൈവം നമ്മുടെ ലൈഫിന് റീസ്റ്റോറേഷൻ കൊണ്ടുവരും. അത് എന്തുമാകട്ടെ, ഏത് സാഹചര്യത്തിലുമാവട്ടെ, നിൻ്റെ പ്രതികൂല സാഹചര്യമാകാം, പ്രതിസന്ധി സാഹചര്യമാകാം, അവിടെയൊക്കെ ദൈവം നിന്നെ റീസ്റ്റോർ ചെയ്ത് നിന്നെ വഴി നടത്തും. അതോടൊപ്പം തന്നെ അടുത്തതായി ദൈവത്തിൻ്റെ മറ്റൊരു കാര്യമാണ് അവൻ നമ്മെ റൈച്ചസ് വേയിൽ നടത്തും. അതിന് സങ്കീർത്തനം 107:7 ഒന്ന് വായിച്ചാലും. സങ്കീർത്തനം 107:7. ആമേൻ. ചൊവ്വയുള്ള വഴി, റൈച്ചസ് വേ. അത് കുറച്ചുകൂടെ പേഴ്സണലൈസ് ചെയ്യുവാണെങ്കിൽ റൈറ്റ് വേ. ഈ ദൈവം വഴി നടത്തുന്നതിൻ്റെ പ്രത്യേകത എന്നറിയോ? റൈറ്റ് വേ നമ്മൾ പോകുമ്പോൾ റൈറ്റ് ഡെസ്റ്റിനേഷൻ നമ്മളെത്തും. അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ റൈറ്റ് വേയിൽ പോവുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് ഡെസ്റ്റിനേഷനിലെത്തും. സോ ഈ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ റൈറ്റ് വേ, റൈച്ചസ്. ഹി വിൽ ഗൈഡ് us in a righteous way or right way. ആ റൈറ്റ് വേയും കൊണ്ട് നമുക്ക് സംഭവിക്കും, നമ്മൾ റൈറ്റ് ഡെസ്റ്റിനേഷനിലെത്തും. ഈ ലോകത്ത് നമ്മൾ ജീവിച്ച് മരിക്കുക എന്നുള്ളതല്ല ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ദൈവം തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തത് നമ്മൾ നിത്യതയെ പ്രവേശിക്കാനാണ്. മനസ്സിലായോ? അതാണ് നമ്മുടെ റൈറ്റ് ഡെസ്റ്റിനേഷൻ. മനസ്സിലായോ? ഈ ലോകത്ത് നമുക്ക് കുറച്ച് കാറും ബംഗ്ലാവും വീടും അല്ല ഒരു ജോലിയും ഒക്കെ കിട്ടി, നല്ലൊരു കുടുംബജീവിതമൊന്നും കിട്ടിയത് കൊണ്ട് നമ്മൾ ഒരു റൈറ്റ് ഡെസ്റ്റിനേഷൻ അല്ല റൈറ്റ് വേ ആണെന്നല്ല ചിന്തിക്കുന്നത്. നമുക്കിതൊക്കെ ദൈവം തരുന്നത് ഒരു ഗിഫ്റ്റ് മാത്രമാണ്. ഇവിടെ താൽക്കാലികമായി ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. ദൈവവചനം ഇപ്രകാരം റൈറ്റ് വേയുടെ പറയാൻ കാര്യം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു പുറപ്പെടുക. അബ്രഹാം ചോദിച്ചില്ല കർത്താവെ എങ്ങോട്ടാന്ന് ചോദിച്ചില്ല, അബ്രഹാം പുറപ്പെട്ടു. പക്ഷേ പിന്നത്തെ നോക്കിയത് ഇസ്രായേൽ മക്കളുടെ കാര്യം നോക്കിയാൽ മതി, അവർ കനാൻ ദേശത്തെത്താൻ സാധിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു മണൽത്തരികൾ പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് പറഞ്ഞ വാക്ക് കർത്താവ് മാറ്റത്തില്ല. കർത്താവിൻ്റെ ശബ്ദം കേട്ട് നടന്നത് ആരെയും ജീവിതത്തിൽ ദൈവം വഴി നടത്തായിരുന്നിട്ടില്ല. ആ ഇസ്രായേൽ മക്കൾ സമാഗമനയുടെ കൂടാര സമയത്ത് രാവിലെ അവർ മിസ്രൈമിൽ നിന്ന്, അതാ പറഞ്ഞ ഹി വിൽ ലീഡ് ദം ദെൻ ഗൈഡ് ദം. മിസ്രൈമിൽ നിന്ന് അവർ ഇസ്രായേലിലേക്ക് നയിച്ചപ്പോൾ അവർ നടന്ന പാതയിൽ രാത്രി അഗ്നിസ്തംഭം, രാവിലെ മേഘസ്തംഭം. മേഘസ്തംഭം എവിടെ നിൽക്കുന്നോ അവരെവിടെ നിന്ന് അവിടെ കൂരാരം അടിക്കും, അന്ന് അവരവിടെ ചിലവഴിക്കും. പിന്നെ അത് മൂവ് ചെയ്യുമ്പോൾ, കാരണം വഴി നടത്തുന്നത് ദൈവമാണ്, ശബ്ദം കേട്ടത് മോശയാണ്. ഈ ദൈവജനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ദൈവശബ്ദം കേട്ടാൽ നമ്മളൊന്നും ചിന്തിക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടാൽ നമ്മളെപ്പോഴും എന്ത് സംഭവിക്കും? നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകും. അതിന് എക്സാമ്പിളാണ് മോശ വഴി നടത്തി 6 ലക്ഷം പേരെ വഴി നടത്തിയത് ദൈവശബ്ദം കേട്ടത് കൊണ്ടാണ്. എന്നാൽ ഇസ്രായേൽ മക്കളെ നോക്ക്, അവർ പ്രവൃത്തിയെ കണ്ട് മന്ന ഒഴിക്കുന്നു, കാടപ്പിക്ഷയെ കൊടുക്കുന്നു, മാറ മധുരമാക്കുന്നു. അവർ പ്രവൃത്തിയെ കണ്ടുള്ളൂ, അവരാരും ദൈവശബ്ദം കേട്ടില്ല. അതുകൊണ്ടാണ് അവരാര് കനാൻ ദേശത്തെത്താൻ സാധിക്കാഞ്ഞത്. അപ്പോൾ ദൈവം ജനമേ,
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ദൈവം വഴി നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ലൈഫിൽ എടുക്കേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നമ്മൾ ലൈഫിൽ എടുക്കേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ അത് പറയാൻ കാര്യം, ദൈവശബ്ദം കേൾക്കുന്നവൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുകയില്ല. ഇന്ന് മുട്ടം വർഗീസ് എന്ന് പറഞ്ഞൊരു അപ്പച്ചനുണ്ട്. എനിക്കറിയില്ല ആർക്കൊക്കെ അറിയാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം ഇങ്ങനെയാണ്. ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഹൈസ്കൂൾ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. ഒരു പ്രായമുള്ളൊരു അപ്പച്ചനാണ്. അപ്പച്ചന് 2 മക്കൾ, അതായത് തൻ്റെ ഭാര്യ മുലയൂട്ടുന്ന സമയത്ത് 1 വയസ്സും 6 മാസമുള്ളൊരു കുഞ്ഞാണ്. അവർ പട്ടിണി, അർത്ഥം പട്ടിണി സമയത്ത്, മുലയൂട്ട സമയത്ത് ഭാര്യ തളർന്നു പോയ സമയത്ത് ഭാര്യ തൻ്റെ ഭർത്താവായ ഈ അപ്പച്ചനോട് ചോദിച്ചു, എന്ത്? അപ്പച്ചൻ അന്നേരം പാടിയ പാട്ടാണ്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിയിടും പൊൻകാരത്താൽ, ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി. ഹല്ലേലൂയ. തൻ്റെ ദൈവദാസൻ തൻ്റെ ഭാര്യയെ നോക്കി സഹജ എന്നാണ് വിളിച്ചത്. ഈ ജീവിതത്തിൽ നീ അഴലേറുന്ന ഈ ജീവിതത്തിൽ നീ തളരേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നിന്നെ വഴി നടത്തും. ഈ സാഹചര്യം, ഈ പ്രതികൂലങ്ങൾ, ഈ പ്രതിസന്ധികളൊക്കെ നാളെ മാറും. ഓ ഹല്ലേലൂയ. ദൈവം വഴി നടത്താൻ വിശ്വസ്തനാണ്. നീ ദൈവത്തോട് പറയേണ്ട ഒരേ ഒരു തീരുമാനമാണ്. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ട്, നിങ്ങളുടെ ഹൃദയത്തെ പകർന്നാട്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, ഓ ആർക്ക് ഇന്ന് എൻ്റെ സന്നിധിയിൽ ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കാൻ പറ്റും? ദൈവമക്കളെ, നിങ്ങളുടെ ഇടത്തും വലത്തും നിൽക്കുന്നവരെ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഓ ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾ അധരങ്ങൾ തുറന്ന് സംസാരിച്ചാട്ടെ, ദൈവത്തോട് പറഞ്ഞാട്ടെ. നീയും നിൻ്റെ വായും തമ്മിലുള്ള ദൂരമാണ്, നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള ദൂരത്തിൻ്റെ വ്യത്യാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പാസ്റ്റ് വിക്കറ്റ്നെസ്, യുവർ പ്രസന്റ് കൺഫ്യൂഷൻസ്, യുവർ ഫ്യൂച്ചർ ആൻസൈറ്റി, ഇതൊന്നും നിങ്ങൾ വരിയേണ്ട കാര്യമില്ല. ദൈവം നിങ്ങളോട് പറയുന്നു, ഓ നിങ്ങളുടെ ഹൃദയം യഹോവയോട് കൊടുക്കുക. ദൈവം നിന്നെ വഴി നടത്താൻ വിശ്വസ്തനാ. വിളിച്ച ദൈവം വിശ്വസ്തൻ, നിന്നെ ജീവപര്യന്തം വഴി നടത്താൻ വിശ്വസ്തനാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിന്റെ ഒരു നിമിഷം നിങ്ങളുടെ അധരങ്ങളെ തുറന്ന് ആരാധിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. ഉടബലബലബ ശൈഡബാരക സ്ഥാനവാരബത്താരബ. ഓ ഹല്ലേലൂയ. ഊടബലബലബലബലബ ശൈഡബാരക സ്ഥാനവാരികൾ ഖൈഡബരബലബ ഉടബ ശൈഡബാരക സ്ഥാനവാരി വലഭ. ഓ സുന്ദരന മനോഹര, നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി ദൈവമക്കളെ, ഈ പാട്ട് എഴുതിയ ദേവദാസൻ ഖത്ത് സന്നിധിയിൽ ചേർക്കപ്പെട്ട CS മാത്യു എന്ന് പറയുന്ന ദേവദാസനാണ്. അനേക ആത്മീയ ഗാനങ്ങൾ ഇദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ പാട്ട് എഴുതിയതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, തനിക്ക് 11 ആൺമക്കളായിരുന്നു. 11 ആൺമക്കൾ. അതിലെ 8 പേർ ഓരോ തവണയായി മരിച്ചുപോയി. ഒന്നിന് പുറകെ ഒന്നായി ശവം വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ തൻ്റെ ദാസൻ പറഞ്ഞില്ല, അങ്ങോട്ട് ഞാൻ വരില്ല കർത്താവേ എന്നല്ല പറഞ്ഞത്. കർത്താവെ, ഈ മണ്ണെ പ്രതി മാണിക്യം ഞാൻ വെടിയൂക്കില്ല. ഇതിനേക്കാൾ ഈ ലോകത്തിൽ എനിക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ ആരോടൊക്കെയോ ദൈവശക്തമായി പറയുന്നു. നിന്റെ നഷ്ടങ്ങൾ യഹോവയ്ക്കറിയാം. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഓ റബലക ശൈഡബരക താരബ, ഓ റിബലബലബ തുളസലബലബലബ ദിഗസ്താലബ. ഓ ഹല്ലേലൂയ. ഓ നിന്റെ നഷ്ടങ്ങൾ, ഓ ചിലപ്പോൾ നിനക്ക് തോന്നാം നിനക്ക് കഴിവില്ലെന്ന് തോന്നാം. ചിലപ്പോൾ നിന്റെ മാതാവ്, നിന്റെ പിതാവ് നിനക്കൊരു കഴിവില്ലെന്ന് തോന്നാം, നിന്റെ പങ്കാളിക്ക് തോന്നാം. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. മോശ പറഞ്ഞു, കർത്താവേ ഞാനൊരു വിക്കനാണ്. കർത്താവേ ഞാനൊരു വിക്കനാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ ദൈവം, ഞാൻ നിനക്ക് മുൻപായി പോകും. ഓ ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഉടബലബബ ശൈഡമാരകസ്ഥാലമാരമാരമ. ഓ ഹല്ലേലൂയ. കർത്താവേ, ലാസർ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചു. മാനുഷികമായി എങ്ങനെയൊക്കെ നോക്കിയാലും അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയില്ല. എന്നാൽ തൻ്റെ സഹോദരിമാർ കർത്താവിനെ ആഴത്തിൽ വിശ്വസിച്ചു. കാരണം അവർക്കറിയാം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം ആണവരുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം അവിടെ ചെന്ന് ലാസറിനെ വിളിച്ചു, ലാസറേ പുറത്തു വരിക. ലാസർ അവിടെ എഴുന്നേൽച്ചു. ചെകിടന് ചെവി കേൾക്കാത്തപ്പം എഫഥാ, പുറത്തു വരിക, ബി ഓപ്പൺ. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നോക്കി നീ നോക്കുമ്പോൾ മുമ്പിലോട്ട് അസ്തമിച്ചു, സകലതും അസ്തമിച്ചു. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ആരെന്നെ വഴി നടത്തും? ദൈവം നിങ്ങളോട് പറയുന്നു, നിന്റെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നീ ഇന്ന് തീരുമാനമെട്. ഈ ദൈവം ഇന്നും എന്നേക്കും എൻ്റെ ദൈവമാണ്. നിന്നെ ജീവപര്യന്തം വഴി നടത്തും. നിനക്കൊന്നിനൊരു കുറവുണ്ടാവില്ല. ഹല്ലേലൂയ. നിന്നെ മനുഷ്യർ നിന്നെ പറഞ്ഞ ശത്രുവിന്റെ മധ്യേ മേശയൊരുക്കുന്ന ദൈവമാ. ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നത്, ജീവനുള്ള ദൈവം. ഓ ഹല്ലേലൂയ. ഓ റിബലബലബ ശൈഡബാരകസ്ഥാനബറബലവ ഉടബലബലബലദോലബല ദുടബലബലബ ശൈഡബാരിവലാരിബല ഉടഗശലമഥലഗഥലമഥലമഥലമ ഓ റബലശലമഥലമഥലഗശമറാദബറാദബറത്ത സുന്ദര മനോഹര, നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാർ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല. എൻ പ്രിയനെ പോൽ സുന്ദരൻ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാൽ. ഓ സുന്ദര മനോഹര, സുന്ദരന മനോഹര, നിന്നെ പിരിഞ്ഞി ഉടകശലമത്വകരോധോ റമലത്വപരാധ റമലത്വലകശലമത്വോ ഉടവശലകത്വല റമലാധകരാധമരോധമറശേ മനോഹര, നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വാരിക്കും. ഓ ഹല്ലേലൂയ. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല. ഓ പ്രേമാവെന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ ആളുകൾ ഞാൻ എണ്ണി പ്രത്യാശയോടെ. ഓ പ്രേമാവെന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ ആളുകൾ ഞാൻ എണ്ണി സുന്ദര മനോഹര, സുന്ദര മനോഹര, നിന്നെ പിരിഞ്ഞി ലോകയാത്ര മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല. പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരന മനോഹര, നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാർ വാരിക്കുമോ വത്സര. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ച. ഓ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ. ഓ നിങ്ങളുടെ അധരങ്ങളെ തുറന്ന് പാടിയാട്ടെ. ഓ ഹല്ലേലൂയ. ഓ സുന്ദര മനോഹര, നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വാരിക്കും. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിയ സുഖങ്ങൾ എന്നെ എതിരേൽക്കുവിൽ. ഓ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന
ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കൂ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാർ വരിക്കുമോ പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ. ഓ സർവംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവ സുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. ആമേൻ. സർവംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവ സുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ. ഓ സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ഓ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഓ റമലേ തുടക ശലമേ റമലേ തലകേ ഉടമത്തല മത്തല റത്തലഗത്ത ഉടഗലഗലഗ ശലമത്ത റമലത്തല റമലേതേ രഗല ശലമത്തല മാറ ഉടമലവല തുടക ശലമേ ഹസ്തഗലേ രഗലേ ഉടമത്തല മാറമലത്ത ഐഡവറത്തല ശല റമലത്തല റോമഗല ശലറി തലമലവ ഉടമത്തല വശലമാതാരഗലേ ഉടവലവല ദുടവലവലവല ചുടമാരഗലേ ദുടമേർഗലേ തുടകശലത അർത്തലവശലമത്തലവാദല റമലത്തലവോറഗലശലറേതേ ഉടമത്തലവാറമലത്ത ഹസ്തഗലേ രഗലേ ഉടവാറമലത്തലവാറമലത്ത ഉടവശലവാറമലത്തഗരേതോ രേഗശം മന്തോറഗലേ ഹസ്തഗലേ രഗലേ ആരിമലത്തലമാരിമല ഓ ഉടവലവലവലവലവ ശൈഡവാറമൽത്താരവാരികൾ വൈഡവാ ഓ റിമല വല 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 ദുടക ശൈഡവാരി മൽത്താരവാ വല 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 ദുട വല വല ബാ ദുടവാ വല ബാ ദുടക ശൈഡേ ഉടവശലമത്തലവാറ മലത്തല വൈഡവരഗല ശൈഡവറാദ. ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ദൈവം കർത്താവെ അടിരുന്ന പ്രാപ്തിക്കും ദൈവമേ കഴിവിനത്തു കർത്താവ് ദൈവത്തിന് സംസാരിച്ചു. കർത്താവെ ഈ ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ദൈവം ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ശബ്ദം കേൾപ്പിക്കുമാറാണ്. കർത്താവെ ഞങ്ങൾ കുറവുള്ളവരാണ്. കർത്താവ് സമാധാനമായി സ്വസ്ഥതയുള്ള വഴി ഞങ്ങൾ നടത്തണം. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു റീസ്റ്റോറേഷൻ. ഓ അല്ല കർത്താവെ ഞങ്ങൾക്ക് കഴിവില്ല, പ്രാപ്തിയില്ല. അങ്ങയുടെ വലിയ സ്നേഹത്തിനായ സ്തോത്രം. ഈ ദൈവജനത്തെ ഞങ്ങൾ അങ്ങയുടെ രംഗങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ ഇവരുടെ മേലൊരു പ്രത്യേകമായ ദൈവകൃപയാൽ നിറയ്ക്കണമേ. ദൈവമേ, ഇതിൻ്റെ അത് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, മനവ്യസനയാൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ് അവരെ സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, പ്രയാസത്തിലും പ്രതികൂലത്തിലും പോകുന്നവരുണ്ട്. കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ആഴ്ച ദൈവമേ അവരുടെ സാക്ഷ്യം കേട്ട് ഞങ്ങളുടെ ചെവിക്ക് കുതുകം കൊണ്ടുപോകാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലരുടെ മേലും കർത്താവിൻ്റെ ദൈവമേ കരുണയും ദൈവം ഉണ്ടായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തു നാമത്തിൽ കേൾക്കണമേ. സ്വർഗ്ഗീയ പിതാവേ, ആമേൻ.